ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ തന്നെ അത് നേച്ചുറൽ ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ മാൻ മെയ്ഡും ഉണ്ട്. Fe2O3 ഈ ഒരു അയൺ കോറിനെ നമ്മൾ പറയുന്നതാണ് ബ്ലാക്ക് അയോൺ ഓക്സൈഡ് എന്ന് പറയാം. It possesses the property of attracting small bits of iron, steel, cobalt, nickel, etc. This phenomenon of attraction is called as magnetism. അപ്പോൾ ഒരു ചെറിയൊരു ഇപ്പോൾ അയൺ സ്റ്റീൽ അതിനോടൊക്കെയുള്ള ഒരു അട്രാക്ഷൻ ഇല്ലേ, അതിനെയാണ് പറയുന്നത് മാഗ്നറ്റിസം എന്ന്. ദ അയൺ കോർ ഷോയിങ് ദിസ് ഇഫക്റ്റ് വാസ് കോൾഡ് നാച്ചുറൽ മാഗ്നറ്റ്. അയൺ കോറാണ് ഈ ഒരു സ്വഭാവം എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം ഷോ ചെയ്യുന്നത് അയൺ കോർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നേച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. Magnetism can be induced in iron or steel by artificial methods. Such magnets made of iron and steel are called artificial magnets. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ അയണും സ്റ്റീലൊക്കെ വെച്ചിട്ട് ഉള്ള മാഗ്നറ്റുകളില്ലേ, അതിനെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ബാർ മാഗ്നറ്റ്. എന്താണ് ബാർ മാഗ്നറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ മാഗ്നറ്റൈസ്ഡ് ബാർ ഈസ് കോൾഡ് ബാർ മാഗ്നറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്, ഫോഴ്സ് ബിറ്റ്വീൻ ലൈക്ക് ആൻഡ് അൺലൈക്ക് പോൾസ്, മാഗ്നറ്റിക് പോൾസ് ഓൾവേസ് എക്സിറ്റ്സ് ഇൻ പെയർസ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇതാണ് 5 പ്രോപ്പർട്ടീസ് വരുന്നത്. ഇതിൽ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് the magnets attract small pieces of iron, nickel, cobalt, etc. The attraction is maximum at the poles. അപ്പോൾ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റ് ചെറിയ പീസസ് ആയിട്ടുള്ള അയൺ, നിക്കൽ, കൊബാൾട്ടിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. കൂടുതലും അട്രാക്ഷൻ വരുന്നത് പോൾ സൈഡിലായിരിക്കും. അടുത്തതാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഇഫ് സസ്പെൻഡഡ് ഫ്രീലി എ ബാർ മാഗ്നറ്റ് അലൈൻസ് ഇറ്റ് സെൽഫ് വിത്ത് വൺ എൻഡ് പോയിൻറ്റിംഗ് ടുവാർഡ്സ് ജോഗ്രഫിക് നോർത്ത് ആൻഡ് അതർ ടുവാർഡ്സ് ജോഗ്രഫിക് സൗത്ത് ഓഫ് ദ എർത്ത്. ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് ജസ്റ്റ് ഇങ്ങനെ തൂക്കി ഇട്ടേക്കുക വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റ് തിരിഞ്ഞിട്ട് ഒരു ഭാഗം നോർത്തിലോട്ടും ഒരു ഭാഗം സൗത്തിലോട്ടുമായിട്ട് നിൽക്കും. Force between like and unlike poles. The like poles repel each other and unlike poles attract each other. It is called Duffy's law. അപ്പോൾ ലൈക്ക് പോൾസ് ഇപ്പോൾ ഒരേപോലത്തെ ഇപ്പോൾ നോർത്തും വരികയാണെങ്കിൽ അതെന്താവും, റിപ്പൽ ചെയ്ത് പോകും. ഇനി സൗത്തും നോർത്തും ആണ് വരുന്നതെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മാഗ്നറ്റിക് പോൾസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർസ്. We cannot have an isolated north pole or south pole. That is, magnetic monopoles do not exist in nature. നമുക്ക് നോർത്ത് പോളോ അല്ലെങ്കിൽ സൗത്ത് പോളോ ആക്കിയിട്ട് ഐസൊലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ അതിനൊക്കെ പറയുന്നതാണ് മാഗ്നറ്റിക് മോണോപോൾസ്. അതിന് എന്താണ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, കൂളോംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ മാഗ്നറ്റിസം. F = μ0 ഡിവൈഡഡ് ബൈ 4π m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ μ0 എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ ഈ സംഭവം നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതാണ് മാഗ്നറ്റിക് ഡൈപോൾ. എ മാഗ്നറ്റിക് ഡൈപോൾ കൺസിസ്റ്റ് ഓഫ് 2 അൺലൈക്ക് പോൾസ് ഓഫ് ഈക്വൽ സ്ട്രെങ്ത് ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത് 2 അൺലൈക്ക് പോൾസ് ഈക്വൽ സ്ട്രെങ്ത്തിലുള്ളത്, അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഡിസ്റ്റൻസിലായിരിക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്നതുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റിസം. The molecular theory of magnetism was given by Weber and modified later by Ewing according to the theory. അപ്പോൾ ഇതിൽ കുറച്ച് ഒരു 4 പോയിന്റ്സ് വരുന്നുണ്ട്. Every molecule of a magnetic substance is a complete magnet in itself, having a north pole and south pole of equal strength. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നത് എല്ലാ മോളിക്യൂളും, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉള്ള എല്ലാ മോളിക്യൂളിനും കംപ്ലീറ്റ്ലി അതിന് ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും ഉണ്ടായിരിക്കും, രണ്ടിനും ഈക്വൽ സ്ട്രെങ്ത് ആയിരിക്കും എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഇൻ ആൻ അൺമാഗ്നറ്റൈസ്ഡ് സബ്സ്റ്റൻസ് ദ മോളിക്യുലർ മാഗ്നറ്റ്സ് ആർ റാൻഡംലി ഓറിയൻറ്റഡ് സച്ച് ദാറ്റ് ദേ ഫോം ക്ലോസ്ഡ് ചെയിൻസ്. The north pole of one molecular magnet cancel the effect of south pole of the other so that the resultant magnetism of unmagnetized specimen is zero. അപ്പോൾ അൺമാഗ്നറ്റൈസ്ഡ് സബ്സ്റ്റൻസിൻ്റെ കാര്യം വരുവാണെങ്കിൽ അവിടെ ഈ മോളിക്കുലാർ മാഗ്നറ്റ് എന്ത് ചെയ്യും, നോർത്ത് പോളില്ലേ, നോർത്ത് പോളിൽ അതിലത്തെ ഒരു മോളിക്കുലാർ മാഗ്നറ്റ് സൗത്ത് പോളിൻ്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ റിസൾട്ടൻറ്റ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. നെക്സ്റ്റ് ആണ് ഓൺ മാഗ്നറ്റൈസിങ് സബ്സ്റ്റൻസ് ദ മോളിക്കുലാർ മാഗ്നറ്റ്സ് ആർ റീഅലൈൻഡ് സോ ദാറ്റ് നോർത്ത് poles of all molecular magnets point in one direction and south poles of all molecular magnets point in opposite direction. ഇപ്പോൾ ഈ മാഗ്നറ്റൈസിങ് സബ്സ്റ്റൻസ് മോളിക്കുലാർ മാഗ്നറ്റ് എല്ലാം കൂടെ അലൈൻ ചെയ്യുകയാണെങ്കിൽ നോർത്ത് പോളില്ലേ അത് അങ്ങനത്തെ മോളിക്കുലാർ മാഗ്നറ്റ്സ് എല്ലാതും ഒരു ഡിറക്ഷനിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. അതുപോലെ സൗത്ത് പോൾസിൻ്റെ മോളിക്കുലാർ മാഗ്നറ്റ്സ് എല്ലാതും ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ടായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഓൺ ഹീറ്റിംഗ് ഓർ ഹാമറിംഗ് ദ സ്പെസിമെൻ സം ഓഫ് ദ അലൈൻമെൻറ്റ്സ് ഗെറ്റ് ഡിസ്റ്റർബ്ഡ് ദർ ബൈ ഫോമിംഗ് ക്ലോസ്ഡ് ചെയിൻസ് ദസ് മാഗ്നറ്റിസം ഡിക്രീസസ്. ഇപ്പോൾ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാമർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ഒരു മോളിക്യൂൾസിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിന് അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു മാഗ്നറ്റിസം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് കറന്റ് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. കൺസിഡർ എ പ്ലെയിൻ ലൂപ്പ് ഓഫ് വയർ കെയറിങ് കറൻറ്റ്. അപ്പോൾ ഒരു കറൻറ്റ് കെയറി ചെയ്യുന്ന ഒരു പ്ലെയിൻ വയർ അത് കൺസിഡർ ചെയ്യുക. ലുക്കിംഗ് അറ്റ് ദ അപ്പർ കറൻറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ അതിൻ്റെ അപ്പർ കറൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ദർ ഫോർ ഇറ്റ് ഹാസ് എ നോർത്ത് പൊളാരിറ്റി. ലുക്കിംഗ് അറ്റ് ദ ലോവർ ഫേസ് ഓഫ് ദ ലൂപ്പ് കറൻറ്റ് ഈസ് ക്ലോക്ക് വൈസ്. അപ്പോൾ അതേപോലെ അതിൻ്റെ ലോവർ ഫേസ് എന്തായിരിക്കും ക്ലോക്ക് വൈസ്, അപ്പർ ഫേസ് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. Therefore it has a south polarity. അപ്പോൾ അതിന് സൗത്ത് പൊളാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ കറൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ അവിടെ നോർത്ത് പൊളാരിറ്റി, ലോവർ ഫേസ് ആവുകയാണെങ്കിൽ അവിടെ സൗത്ത് പൊളാരിറ്റിയാണ് വരുന്നത്. The current carrying loop thus behaves as a system of two equal and opposite magnetic poles and hence is a magnetic dipole. ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന ഈ ലൂപ്പ് ഉണ്ടല്ലോ അത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നറ്റിക് പോൾസിൻ്റെ അത് അങ്ങനെ ബിഹേവ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് സോഴ്സ്. The earth behaves as if there is a huge bar magnet in its interior. The south pole of the magnet lies in northern hemisphere at a distance of 1600 km from the geographic north pole. അപ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബാർ മാഗ്നറ്റ് പോലെയൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗത്ത് പോളിൽ ആ ഒരു മാഗ്നറ്റിക് ഭാഗം ലൈസ് ചെയ്തിട്ടുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ് നോർത്ത് പോളിൽ. ദ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ലൈൻ മേക്സ് 19.5 ഡിഗ്രി വിത്ത് ദ മാഗ്നറ്റിക് നോർത്ത് സൗത്ത് ലൈൻ. ഇതിൻ്റെ പോയിന്റ്സ് വരുന്നത് ദ മോൾട്ടൺ ചാർജഡ് മെറ്റാലിക് ഫ്ലൂയിഡ് മൈറ്റ് ബി സർക്കുലേറ്റിംഗ് ഇൻ ദ കോർ ഓഫ് എർത്ത് മേക്കിംഗ് ഇറ്റ് ബിഹേവ് ലൈക്ക് എ ഹ്യൂജ് മാഗ്നറ്റ്. അപ്പോൾ മോൾട്ടൺ ചാർജഡ് മെറ്റാലിക് ഫ്ലൂയിഡ് അത് സർക്കുലേറ്റിംഗ് ഇൻ ദ കോർ ഓഫ് എർത്ത്. അപ്പോൾ എർത്തിൻ്റെ കോറിൽ ഇങ്ങനെ ഈ ഒരു സംഭവം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാണിക്കുന്നത് ഈ എർത്തിൻ്റെ ഒരു ഹ്യൂജ് മാഗ്നറ്റ് പോലെയാണ് എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. There is a huge store of iron and nickel in the core of earth. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ കോറിൽ ഭയങ്കര അത്രയും വലിയൊരു ഹ്യൂജായിട്ട് അത്രയും അധികം അയേണും നിക്കലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. റൊട്ടേഷൻ ഓഫ് എർത്ത് about its own axis might have magnetized the iron and nickel mass which in turn behaves huge magnet. അപ്പോൾ ഇത് എർത്തിൻ്റെ റൊട്ടേഷൻ, എർത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അയണിൻ്റെയും നിക്കലിൻ്റെയും ഒക്കെ ആ ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടല്ലോ അത് എർത്തിനെ ഇങ്ങനെ ഒരു വലിയൊരു ഹ്യൂജ് മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്.
According to Professor Brackett, the Earth rotates about its own axis. The ions in the upper atmosphere constitute current around the Earth and may be cause of Earth magnetism. ഇപ്പോൾ പ്രൊഫസർ ബ്രാക്കറ്റ് ആള് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ആക്സിസിലാണ് അതിനെ പറ്റിയിട്ട് പറഞ്ഞത് അയേൺസ് അപ്പർ അറ്റ്മോസ്ഫിയർ അതിലുള്ള അയേൺസ് അവിടെയുള്ള കറൻറ്റ് അത് എർത്തിൻ്റെ ചുറ്റുമുള്ളത് ഇത് എർത്തിൻ്റെ മാഗ്നറ്റിസത്തിനൊരു കാരണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് മാഗ്നറ്റിക് എലമെൻറ്റ്സ്. മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് അറ്റ് എ പ്ലേസ് ആർ ക്വാണ്ടിറ്റീസ് which describe completely in the magnitude as well as direction of the magnetic field of earth that place. They are magnetic declination, അതിനെയാണ് തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ്, പിന്നെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് ഫീൽഡ്. ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിക് എലമെൻറ്റ്സ്. അപ്പോൾ മാഗ്നറ്റിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം. നെക്സ്റ്റ് ഇതിൽ ഓരോന്നോരോന്ന് പറയുന്നതാണ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനുള്ളത്, it is defined as the angle between the geographic meridian and the magnetic meridian of earth. Magnetic declination എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക് മെറീഡിയൻ അതേപോലെ മാഗ്നറ്റിക് മെറീഡിയൻ ഇത് തമ്മിലും ഉള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ അതിനെയാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ്. The magnetic dip at a place is defined as the angle between total magnetic field of Earth and a horizontal line in the magnetic direction. അതാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എർത്തിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാഗ്നറ്റിക് ഡിറക്ഷനിലുള്ളൊരു ഹൊറിസോണ്ടൽ ലൈനും ഇതിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിളാണ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടോട്ടൽ ഇൻറ്റൻസിറ്റി അതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ ബി എച്ച് പിന്നെ ഡോ. ഈ മൂന്ന് സംഭവങ്ങളും തമ്മിലുള്ള ഒരു റിലേഷനാണ്. Let OC represent the total resultant magnetic field B. OC is resolved into two components OA and OB. OA represent the horizontal component and OB represent the vertical component. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടിപ്പോൾ OA എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും OB എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. OA ഡിവൈഡഡ് ബൈ OC എന്ന് പറയുന്നത് ഇപ്പോൾ കോസ് തീറ്റ എന്ന് പറയില്ലേ, കോസ് ഡോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു ആൻസർ കിട്ടുന്നതാണ് B ഈക്വൽ ടു റൂട്ട് ഓഫ് B²H അല്ലെങ്കിൽ BH² പ്ലസ് BV². ഇതാണ് ഈ ബിയും BHും ഡോയും തമ്മിലുള്ളൊരു റിലേഷനായിട്ട് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മാഗ്നറ്റിക് മാപ്സ്. ദ വാല്യൂ ഓഫ് ഓൾ 3 മാഗ്നറ്റ് എലമെൻറ്റ്സ് that is declination, dip and horizontal component are found to be different at different places on the surface of earth. Their values are determined all over the globe and the result are represented on geographical maps. അപ്പോൾ മാഗ്നറ്റിക് മാപ്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന മാഗ്നറ്റിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ഡിക്ലിനേഷൻ, ഡിപ്പ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ എർത്തിൻ്റെ സർഫസിൽ തന്നെ ഡിഫറെൻറ്റ് പ്ലേസിലൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ജോഗ്രഫിക്കൽ മാപ്സിൽ ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് ഐസോഗോണിക് ലൈൻസ്. Lines drawn through different places having the same declination are called isogonic lines. ലൈൻസ് വരച്ചേക്കുന്നത് ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്ന് സെയിം ഡിക്ലിനേഷൻ ആയിട്ട് വരച്ചിട്ടുള്ള ലൈൻസ് അതിനാണ് ഐസോഗോണിക് ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ തന്നെ വരുന്നതാണ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ പ്ലേസസ് ഹാവിങ് സീറോ ഡിക്ലിനേഷൻ ഈസ് കോൾഡ് അഗോണിക് ലൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനില്ലേ അത് സീറോ ഡിക്ലിനേഷൻ ആയിട്ട് വരില്ലേ അതിനെ പറയുന്നതാണ് എഗോണിക് ലൈൻ. പിന്നെ ഇതിൽ ഐസോക്ലിനിക് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ലൈൻസ് പാസിങ് ത്രൂ പ്ലേസസ് ഓഫ് ഈക്വൽ ഡിപ്പ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഡിപ്പ് ആയിട്ടുള്ള അതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻസ്, ഈക്വൽ ഡിപ്പിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസിനെയാണ് ഐസോക്ലിനിക് ലൈൻസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ട് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് രണ്ടും എന്താണെന്നുള്ളത് ചോദിക്കാം നമ്മുടെ അടുത്ത്. അപ്പോൾ when a piece of magnetic material is placed in a magnetic field, it gets magnetized. അപ്പോൾ ഒരു ചെറിയൊരു പീസ് മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ എന്താവും, അതും മാഗ്നറ്റൈസ്ഡ് ആവും. ദ മാഗ്നറ്റിസം സോ ഡെവലപ്ഡ് ഇൻ ദ സ്പെസിമെൻ ഇസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഒരു ഒരു സംഭവം, ഒരു മെറ്റീരിയലിലേക്ക് മാഗ്നറ്റിസം ഡെവലപ്പ് ആയിട്ട് വരില്ലേ, അതിനെ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. This phenomenon of inducting magnetism is a specimen called magnetic induction. ഈ ഒരു പ്രവർത്തനം അത് ഇൻഡക്റ്റിങ് ചെയ്യുക, ഈ മാഗ്നറ്റിസം ഇൻഡക്റ്റിങ് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തിന് പറയുന്നതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ മാഗ്നറ്റിസം എന്താണ്, അതുപോലെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. The field that induces magnetism is called magnetic field, magnetizing field. ഈ ഒരു ഫീൽഡ് മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽഡിനെയാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിസം എന്താണെന്നുണ്ട്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുണ്ട്, മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്താണെന്നുണ്ട്. ഇത് മൂന്നുമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു പെർമിറ്റ് ദ പാസേജ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അപ്പോൾ ഒരു മീഡിയത്തിന് മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഒരു ഫോഴ്സ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് അതിനെ പാസ് ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യില്ലേ, അതിനുള്ളൊരു കഴിവില്ലേ, അതിനെയാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി ഓഫ് എ മീഡിയം എന്തിനു വേണ്ടിയിട്ടാണ്, മാഗ്നറ്റിക് ലൈൻസിനെ പാസ് ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി, അതിനെയാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. മ്യൂ ഈക്വൽ ടു B/H എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷനും H എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡും. നെക്സ്റ്റ് വരുന്നതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. മ്യൂ ആർ എന്നാണ് പറയുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, ഒരു റിലേഷൻ ആണ് എന്തായാലും. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായാലും രണ്ട് പെർമിയബിലിറ്റി തമ്മിലുള്ളൊരു റിലേഷൻ ആവുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി, അതേപോലെ തന്നെ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. മാഗ്നറ്റിക് പെർമിയബിലിറ്റിനെ മ്യൂ എന്നും ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റിനെ μ0 എന്നുമാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ആർ ഈക്വൽ ടു μ/μ0. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് ആണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. I എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ സ്പെസിമെൻ ഈസ് മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I ഈക്വൽ ടു m/v. അപ്പോൾ ഇങ്ങനെ പറയാം, മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ I. നെക്സ്റ്റ് വരുന്നതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അത് കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി വിച്ച് ഡിറ്റർമൈൻസ് ഹൗ ഈസിലി എ സ്പെസിമെൻ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. ഇതെന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, എത്ര ഈസി ആയിട്ടാണ് ഒരു സ്പെസിമെൻ മാഗ്നറ്റൈസ്ഡ് ആവുന്നത്, അതിന് പറയുന്നതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഇത് എങ്ങനെയാണ് പറയുക, കൈ ഈക്വൽ ടു I/H. I എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും അതേപോലെ H എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ ഇതിലുള്ള ഓരോ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ കൈ എന്ന് പറയുന്നത് ഒരു ഡൈമെൻഷൻലെസ് നമ്പറാണ്, ഇതിനൊരു യൂണിറ്റ് ഇല്ല. നെക്സ്റ്റ് വരുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ മ്യൂ ആർ ആൻഡ് ഈ ഒരു കൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് മ്യൂ ആർ ഈക്വൽ ടു 1 + കൈ. അതാണ് അതിൻ്റെ ഒരു റിലേഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡയാമാഗ്നറ്റ്, പാരാമാഗ്നറ്റ്, ഫെറോമാഗ്നറ്റ്. ഈ മൂന്നെണ്ണം എന്തൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പോൾ ഡയാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റ് ദാറ്റ് ഒക്വർ ഇൻ ഓൾ മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് ഓൺലി കോൺട്രിബ്യൂഷൻ ടു ദ മാഗ്നറ്റിസം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റ് ദാറ്റ് ഒക്വർ ഇൻ ഓൾ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസും ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റ് ഉണ്ടാവും. ഇത് ഡയാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഈ മാഗ്നറ്റിസിന് മാത്രമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഡയാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ
സബ്സ്റ്റൻസ് ആർ ഫ്രീലി മാഗ്നറ്റൈസ്ഡ്, ഫ്രീ ആയിട്ട് മാഗ്നറ്റൈസ്ഡ് ആവുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ടു മാഗ്നറ്റൈസിങ് ഫീൽഡ്, മാഗ്നറ്റൈസിങ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആവുക. അങ്ങനത്തെ സംഭവമാണ് ഡയാമാഗ്നറ്റ് എന്ന് പറയുക. ഇതിൽ എക്സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് വാട്ടർ, വുഡ്, പിന്നെ പെട്രോളിയം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഡയാമാഗ്നറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് പാരാമാഗ്നറ്റ്. പാരാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഹാവ് ഇംപയർഡ് ഇലക്ട്രോൺസ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ പിന്നെ മെറ്റീരിയൽസ് വിത്ത് ആറ്റംസ് കേരിങ് വീക്ക്ലി ഇൻട്രാക്ടിങ് പെർമനൻറ്റ് മാഗ്നറ്റ് മൊമെൻറ്റ്സ്. അപ്പോൾ ഇംപയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ലേ, അതിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യണത് മാത്രമല്ല, ഇതിന് ഇംപയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങളാണ് പാരാമാഗ്നറ്റ്. അപ്പോൾ സബ്സ്റ്റൻസസ് ആർ ഫ്രീലി മാഗ്നറ്റൈസ്ഡ് ആൻഡ് ഇൻ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. പാരാമാഗ്നറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഫ്രീലി മാഗ്നറ്റൈസ്ഡ് ആവും. ഇത് മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ആ ഒരു ഡിറക്ഷനിലായിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ O2, CuO, Fe3+, Al, Mn അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് ഫെറോ മാഗ്നറ്റ്. അതെന്ന് പറയുമ്പോൾ പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. അങ്ങനത്തെ മാഗ്നറ്റാണ് ഫെറോ മാഗ്നറ്റ്. അതിൽ വരുന്നത് അയൺ, കൊബാൾട്ട്, നിക്കൽ. ഇപ്പോൾ പറയുകയാണെങ്കിൽ സബ്സ്റ്റൻസസ് ആർ സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ഒരു ഡിറക്ഷനിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റൈസ്ഡ് ആവുന്നതാണ് ഫെറോ മാഗ്നറ്റ്. ഈ ഡയാമാഗ്നറ്റ്, പാരാമാഗ്നറ്റ്, ഫെറോ മാഗ്നറ്റിൻ്റെ 3 ബോക്സ് ആക്കിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഡയാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് ആർ ഫ്രീലി മാഗ്നറ്റൈസ്ഡ് ആൻഡ് ഓപ്പോസിറ്റ് ടു ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ ഫ്രീലി മാഗ്നറ്റൈസ്ഡ് ആവും. അത് എങ്ങനെയാണ്? മാഗ്നറ്റൈസിങ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട്. പാരാമാഗ്നറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതും ഫ്രീലി എന്നല്ല കേട്ടോ, ഫീബ്ലി എന്നാണ്. അപ്പോൾ അങ്ങനെ മാഗ്നറ്റൈസ്ഡ് ആവും. അതുപോലെ തന്നെ മാഗ്നറ്റൈസിങ് ഫീൽഡിൽ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഫീബ്ലി എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വീക്കായിട്ട്, ഞാൻ പെട്ടെന്ന് ഫ്രീലി എന്നാണ് വായിച്ചു പോയത്. ഫീബ്ലി എന്നാണ്. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ഭയങ്കര വീക്കായിട്ടായിരിക്കും മാഗ്നറ്റൈസ്ഡ് ആവുന്നത്. അത് എന്താണ്? മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് പാരാമാഗ്നറ്റിക് വരുന്നത്. ഫെറോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആവുന്നതാണ്. അത് ഇതേപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള 2 എണ്ണത്തിൻ്റെ എഴുതാനായിട്ട് കിട്ടും. ഡയാമാഗ്നറ്റ് കാര്യം നോക്കുകയാണെങ്കിൽ μr എന്ന് പറയുന്നത് 1-നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. പാരാമാഗ്നറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ μr എന്ന് പറയുന്നത് 1-നേക്കാളും വലിയ വാല്യൂ ആയിരിക്കും. ഫെറോ മാഗ്നറ്റ് എന്ന് പറയുന്നത് 1-നേക്കാളും ഭയങ്കര അത്രയും വലുതായിരിക്കും. ഇതാണ് 3 ഡിഫറൻസ് വരുന്നത്. പിന്നെ ഡയാമാഗ്നറ്റിൽ കൈ എന്ന് പറയുന്നത് നെഗറ്റീവും പിന്നെ ഭയങ്കര സ്മോളും ആയിരിക്കും. പാരാമാഗ്നറ്റിൻ്റെ കാര്യത്തിൽ കൈ പോസിറ്റീവും സ്മോളും ആയിരിക്കും. ഫെറോ മാഗ്നറ്റിൻ്റെ കാര്യത്തിൽ കൈ പോസിറ്റീവും ലാർജും ആയിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഡയാമാഗ്നറ്റും ഫെറോ മാഗ്നറ്റും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് രണ്ടിൽ നിന്നും ഓരോന്ന് എടുത്തതായിരിക്കും പാരാമാഗ്നറ്റിൽ വരുന്നത്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ ഡയാമാഗ്നറ്റിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ദേ മൂവ് ഫ്രം സ്ട്രോങ്ങർ റീജിയൻസ് ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ടു വീക്കർ റീജിയൻസ്. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ സ്ട്രോങ്ങർ റീജിയനിൽ നിന്നാണ് വീക്കർ റീജിയനിലോട്ട് ഈ ഡയാമാഗ്നറ്റിൻ്റെ അതിൻ്റെ ഒരു ഡയറക്ഷൻ വരുന്നത്. അങ്ങനെയാണ്. പാരാമാഗ്നറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്കർ റീജിയനിൽ നിന്നും സ്ട്രോങ്ങർ റീജിയനിലേക്കാണ് പോണത്. ഫെറോ മാഗ്നറ്റും അങ്ങനെ തന്നെയാണ്, വീക്കർ റീജിയനിൽ നിന്നും സ്ട്രോങ്ങർ റീജിയനിലോട്ടാണ് പോണത്. പിന്നെ ഡയാമാഗ്നറ്റിൽ റിപ്പൽഡ് ബൈ ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പല്ലാവും. പാരാമാഗ്നറ്റ് ആവുമ്പോൾ ബാർ മാഗ്നറ്റിനെ വീക്ക്ലി അതൊരു അട്രാക്റ്റ് ചെയ്യും. ഫെറോ മാഗ്നറ്റ് ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബാർ മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യും. പിന്നെ ഡയാമാഗ്നറ്റിൻ്റെ കാര്യം വരുന്നത് if a bar of diamagnetic substance is suspended between pole pieces of a magnet, it aligns itself perpendicular to the magnetic field. ഇപ്പോൾ ഡയാമാഗ്നറ്റ് സബ്സ്റ്റൻസ് ഒരെണ്ണം സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ തൂക്കി ഇങ്ങനെ കെട്ടിയിടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് വന്നിട്ട് അലൈൻ ചെയ്യും. അതേപോലെ പാരാമാഗ്നറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതേപോലെ കെട്ടി ഇങ്ങനെ പാരാമാഗ്നറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് പാരലായിട്ട്
മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് വന്നിട്ട് അലൈൻ ചെയ്യും. ഇത് പാരലായിട്ട് ഡയാമാഗ്നറ്റിക് പെർപെൻഡിക്കുലറായിട്ട്. ഫെറോ മാഗ്നറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും സെൽഫ് പാരലായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് അലൈൻ ചെയ്യും. ഇതാണ് വരുന്നത്. നെക്സ്റ്റ് ഡയാമാഗ്നറ്റിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പാരാമാഗ്നറ്റും ഫെറോ മാഗ്നറ്റും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നമ്മൾ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് അതിൻ്റെ ഒരു മീനിങ് പറഞ്ഞുതരാണ് ചെയ്തത്. ഇതിൻ്റെ നോട്ട്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള റിവിഷൻ ശ്രീയിൽ വന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ താങ്ക് യു.